ഇത് നമ്മളെ പറമ്പിൻ്റെ മൂലയിലുള്ള ഒരു കുളമാണ്. എന്നുവെച്ചാൽ തോട് വന്ന് ചേരുന്ന ഒരു കുളമാണ്. ഇതിനകത്തേക്ക് തോട് വന്ന് ചേരുന്നുണ്ട്. അത് കാരണം ഇതിനകത്ത് മീൻ വരാറുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് ഈ ഭാഗത്തേക്കുള്ള മോട്ടർ അടിക്കാൻ വെച്ചാൽ നനയ്ക്കാനുള്ള മോട്ടർ ഇതിനകത്തുണ്ട്. ഈ മോട്ടർ ഷെഡിലുണ്ട്. ഇവിടെ ഇപ്പോൾ ദിവ്യ ചൂണ്ടിട്ടാണ്. ഇന്ന് മീനെ കിട്ടിയിട്ടോ പോകുള്ളൂ എന്നുള്ള വാശിയിലാണ് ആൾ നിൽക്കുന്നത്. അതന്നെ. അപ്പോൾ ആ വാശിയിൽ തന്നെയാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ ആൾ കുളവാഴയൊക്കെ കുറച്ച് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ തെളിച്ചം വരുന്നിടത്തേക്ക് മീൻ വരാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ വെട്ടുകൾ കണ്ട് മീനുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അവിടേക്ക് വരും എന്ത് തന്നെയായാലും. ഈ ചൂണ്ടയ്ക്ക് ആൾ പിടിയായിട്ടിട്ടുള്ള ഒരു അലുമിനിയം പൈപ്പാണ്. അല്ലാണ്ട് പൊതുവേ നമ്മൾ ചൂണ്ടപ്പനയുടെ തണ്ടാണ് എടുക്കാറ്. ഇതിന്ന് അയാൾ ടെമ്പററി ആയിട്ട് അതൊക്കെ തയ്യാറാക്കി കൊണ്ടിട്ടുണ്ട്. പിന്നെ മൈദയിൽ മഞ്ഞളായിട്ട് കുഴച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ള ആൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മണ്ണരനൊക്കെ ഇടൽ ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇവർക്കൊന്നും ഇഷ്ടാവില്ല. അത് കാരണം കൊണ്ട് അതൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നോക്കിയിട്ട് ദിവ്യേ ഇത് കിട്ടി. സംസാരത്തിൻ്റെ ഇടയിൽ കിട്ടി. അത് അടിപൊളി കരിപ്പിടി. അയ്യോ അത് കിട്ടിയിട്ടാ, സൂപ്പറായി. അതിനെ ഊരിയെടുക്കണ. അതെ, അത് അടിപൊളിയായി. അവിടെ ആ ബക്കറ്റ് ശരിക്കിട്ടോട്ടാ, ശരിക്കും കയറി ഉണ്ടാവും. അതെ, ആ കുളത്ത് ഇതിനെ പറ്റിയ ചെറിയ കുളത്താണ്. വലിയ കുളത്താണെങ്കിൽ അങ്ങോട്ട് അയ്യോ അവൻ പടക്കനെ കണ്ടോട്ടാ. ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഇനിയൊന്ന് കുറേ കിട്ടിയിട്ട് ഒരു വറുക്കാനുള്ളതാക്കിയിട്ടോ ഞങ്ങൾ പോവുള്ളൂ. മീനുണ്ടായിട്ട്. ഓക്കെ.